കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ കർത്തൃ ദിവസത്തിൻ്റെ ഈ പകൽക്കാലം, അവിടെ പകലായിരിക്കുമ്പോൾ ഇവിടെ രാത്രി ഏതാണ്ട് 1:30 മണി കഴിഞ്ഞ സമയമായി. എന്നാൽ കർത്താവിൻ്റെ പുത്രപാദത്തിൽ ചേർന്നിരിപ്പാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയെല്ലാം ഒരുക്കി തന്നതോർത്ത് കർത്താവിൻ്റെ പൊന്നുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് 66-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 66-ാം സങ്കീർത്തനം 16-ാം വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വാക്യമാണ്. പക്ഷേ ഞാനിത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർന്നാണ് ഇത് വായിക്കുന്നത്. ആ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുന്നു: സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന്. നമുക്കറിയാം, ദാവീദ് ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ, കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും അനുഭവത്തിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ പാടിയതാണ് ഓരോ സങ്കീർത്തനവും. ഈ 66-ാം സങ്കീർത്തനം തന്നെ നാം പഠിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ജീവൻ അപകടപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദാവീദ് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ നമ്മുടെ ജീവനെ, നമ്മുടെ പ്രാണനെ, ജീവനെ കാക്കുന്നുവെന്ന്. വീണ്ടും പറയുന്നുണ്ട്, അവൻ നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു എന്ന്. ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട വലയിൽ അകപ്പെട്ട് അനങ്ങാൻ വയ്യാതെ ജീവിതത്തിൻ്റെ ഭാവിയെല്ലാം തീർന്നുവെന്ന് തോന്നുന്ന അനുഭവങ്ങളിലൂടെയെല്ലാം ദാവീദ് പോയപ്പോൾ ദാവീദ് പറഞ്ഞു, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന്. ഞാനും ഇത് പറയുമ്പോൾ എനിക്കും ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് നോക്കി എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ഒട്ടേറെ സമയങ്ങൾ ഒറ്റയ്ക്ക് ദൈവം മുമ്പാകെ ചെലവഴിച്ച സമയങ്ങളുണ്ട്. ഏകയായി കർത്താവിൻ്റെ തൃപ്പാദത്തിലിരുന്ന സമയങ്ങളുണ്ട്. ഞാൻ ഓർത്തു, എത്ര സ്തുതിച്ചാലും മതി വരാത്ത അനുഭവങ്ങൾ, കർത്താവ് എന്നെ പരിപാലിച്ച വിധങ്ങൾ, അവൻ എന്നെ സൂക്ഷിച്ച വിധങ്ങൾ, അവൻ എന്നെ കരുതിയ വിധങ്ങൾ, ഓരോന്നും എണ്ണിപ്പിറക്കി ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാളധികം കഴിഞ്ഞ കാലങ്ങളിൽ, അല്ല ഈ നിമിഷം വരെ കർത്താവ് നടത്തിയ ഒട്ടേറെ അനുഭവങ്ങളോർത്ത് യേശുവിനെ സ്തുതിക്കുവാൻ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലോട് ചേർത്ത് പറയും, എന്താണ് കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നത്. അവനെക്കുറിച്ച് വിവരിക്കുവാൻ ഈ പ്രാർത്ഥനായോഗത്തിലും എൻ്റെ യേശുവിനെക്കുറിച്ച് വിവരിക്കാൻ തക്കവണ്ണം കർത്താവ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നത്. സങ്കീർത്തനക്കാരൻ 56-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യത്തിൽ ദാവീദ് പറയും, നീ എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ എന്ന്. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ എന്ന്. ഞാനും എന്ന് പറയും, ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ദൈവദാസൻ പറയുന്ന ഒരു സംഭവം ഞാൻ ഇപ്രകാരം കേൾക്കുകയുണ്ടായി. ഞാനത് പല പ്രാവശ്യം ഇങ്ങനെ കേട്ടു. അദ്ദേഹം പറഞ്ഞു, പണ്ട് ഒളിമ്പിക്സിൽ ഈ മത്സരം നടക്കുന്ന സമയത്ത് ഒരു മത്സര ഇനം ഉണ്ടായിരുന്നു. അതൊരു ഓട്ട മത്സരമാണ്. ആ ഓട്ട മത്സരത്തിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് സ്പീഡിൽ ഓടി വരുന്നവർക്കല്ല സമ്മാനം, ഏറ്റവും മുൻപ് ഓടിയെത്തുന്നവർക്കും അല്ല സമ്മാനം. ആ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു പന്തം കൊടുക്കും, ഒരു കത്തുന്ന തീപ്പന്തം ഓരോരുത്തരുടെയും കയ്യിൽ കൊടുക്കും. ആ തീപ്പന്തം അണയാതെ ഫിനിഷിംഗ് പോയിന്റിൽ ആ പന്തവുമായി എത്തുന്നവർക്കാണ് സമ്മാനമെന്ന്. അദ്ദേഹം പല കാര്യങ്ങൾ അതിൽ വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കൂടെ ഓടുന്നവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഓടി വരുന്നവനല്ല സമ്മാനം കിട്ടുന്നത്. ഈ ഓട്ടക്കളത്തിൽ കൂടെ ഓടുന്നവരിൽ ആരിലുമല്ല ശ്രദ്ധ പതിക്കേണ്ടത്, അവനവൻ്റെ കയ്യിലുള്ള പന്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയും ഈ ദീപം അണയാതെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടെ ഓടി ആ അണയാത്ത ദീപവുമായി
അണയാത്ത പന്തവുമായി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നവനാണ് സമ്മാനം ലഭിക്കുന്നതെന്ന്. ഈ പന്തം ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കത്തിച്ചു തന്ന തീയാണ് എന്ന്. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ജീവനുള്ള ദൈവത്തിൻ്റെ തിരുമുൻപാകെ വന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൽ പരിവർത്തിച്ചതിൻ്റെ ഫലമായി, ഇടപെട്ടതിൻ്റെ ഫലമായി, നാം കേട്ട ദൈവവചനത്തിൻ്റെ ഫലമായി, സ്വർഗത്തിലെ ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ വചനങ്ങളിലൂടെ നമ്മോട് ഇടപെട്ടതിൻ്റെ ഫലമായി ഒരു ദീപം നമ്മുടെ ഉള്ളിൽ കത്തിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലക്ഷ്യം ഈ ദീപം അണയാതെ നിത്യതയുടെ തീരത്ത് എത്തണമെന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി ഓടുവാൻ. ഈ ലോകത്തിൽ ചുറ്റുപാടുകളിൽ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ലക്ഷ്യം എനിക്ക് ദൈവം തന്ന ദീപം അണയാത്ത ഒരു പന്തവുമായി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണം, യേശുവിൻ ഭാഗെ എത്തിച്ചേരണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഈ പന്തം, ഈ ദീപം അണഞ്ഞു പോകുവാൻ തക്കവണ്ണമുള്ള ശക്തമേറിയ കൊടുങ്കാറ്റുകൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കും. തെറ്റിദ്ധാരണകളുടെ കൊടുങ്കാറ്റുകൾ, കുറ്റപ്പെടുത്തലുകളുടെ കൊടുങ്കാറ്റുകളെല്ലാം ആഞ്ഞടിക്കുന്ന സമയത്തും കർത്താവെ, എങ്ങനെയും ഈ ദീപം അണയാതെ എന്നെ കാക്കണമേ എന്നുള്ള മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥന ഞാൻ ഓർക്കുന്നു. 4 വർഷം മുൻപാണ് ഞങ്ങൾ ഈ അമേരിക്കയിലേക്ക് കടന്നു വന്നത്. വാസ്തവത്തിൽ ആ സമയമെല്ലാം ചിന്തിക്കുമ്പോൾ ഇന്നെനിക്ക് അത്ഭുതം തോന്നും. എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തി, എത്ര ഭാരത്തോടു കൂടിയാണ് ഈ ദേശത്തേക്ക് അന്ന് കടന്നു വന്നത്. എന്താണ് മുന്നിലേക്കുള്ള ലക്ഷ്യമെന്ന് ഒന്നും അറിയാതെ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നിശ്ചയമില്ലാതെ, വാസ്തവത്തിൽ മനം പതറിയവരായി, ഉള്ളു വാടിയവരായി, ചുറ്റുപാടുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജീവിതത്തിൽ ഓരോ തകർച്ചകളെ നേരിടുമ്പോൾ ദൈവത്തിന് മഹത്വം ഞാൻ ഓർക്കുന്നു. കർത്താവിനോട് ഉള്ളം കൊണ്ട് പറ്റി നിന്ന് ഈ ദേശത്ത് വന്ന് നിന്ന് ജീവിതം തുടങ്ങിയൊരു കാലം ഞാൻ ഓർക്കുന്നു. എല്ലാം ഒന്നേ എന്ന് ആരംഭിച്ച ഒരു സമയം. എന്നാൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യേശുക്രിസ്തു അത്ഭുതകരമായി നടത്തിയ വഴികൾ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ യേശുവിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് കർത്താവ് എന്നെ ഇടർച്ചകളിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയും, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ ഇന്നും നടക്കേണ്ടതിന് എനിക്ക് എന്തെല്ലാം ആവശ്യമായിരിക്കുന്നു അതെല്ലാം സമയാസമയങ്ങളിൽ കർത്താവ് എനിക്ക് ചെയ്തു തന്നു. ഒന്ന്, ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതാണ് എനിക്ക് നിങ്ങളോട് വിവരിക്കുവാനുള്ളത്. രണ്ടാമതായി 68-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവം തൻ്റെ മന്ദിരത്തിൽ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് പരിപാലകനുമാകുന്നുവെന്ന്. ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ പ്രാണന് വേണ്ടി എന്താണ് ചെയ്തത്? അവൻ അനാഥന്മാരുടെ പിതാവാണ്. അവൻ്റെ വിശുദ്ധ നിവാസത്തിൽ അവൻ അനാഥർക്ക് പിതാവാണ്. ആരാണ് നാഥനില്ലാത്തവർ? ആരാണ് ഉടമസ്ഥനില്ലാത്തവർ? ആരാണ് ഉടയവരില്ലാത്തവർ? ആരാണ് ആശ്രയമറ്റവർ? ആരാണ് താങ്ങ് നഷ്ടപ്പെട്ടവർ? അവർക്ക് പിതാവായി വരുന്ന ജീവനുള്ള ദൈവം. ഞാനത് ഇപ്രകാരം ഇങ്ങനെ വായിച്ചു, ദൈവം അനാഥരെ, ദൈവം ഓർഫൻസിനെ ദൈവം സ്നേഹിക്കുന്നു, ആരും ഇല്ലാത്തവരെ ദൈവം കരുതുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാനിങ്ങനെ വായിച്ചു, ദൈവം ഇങ്ങനെ ഏകാകികളായവരെ, ആരും സഹായത്തിനില്ലാത്തവരെ, അവർക്ക് അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ, സാഹചര്യങ്ങളിൽ അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ ദൈവം സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം അവരെ കാണുകയും അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും ദൈവം അവരെ കരുതുകയും കാക്കുകയും ചെയ്യുന്നുവെന്ന് അതെന്നെ വളരെ എൻ്റെ ഉള്ളിൽ തൊട്ടൊരു വാക്യമാണ്. അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എനിക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കരുതുന്നു, ദൈവം എന്നെ അറിയുന്നു. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരുടെയെല്ലാം ജീവിതത്തിൽ ഇന്ന് നാം നമുക്ക് ഒരിക്കലും ഒരു അനുകൂലമല്ലാത്ത അൺഫെയർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ആരെല്ലാം ഉണ്ട്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ സാഹചര്യങ്ങൾ, നമുക്ക് ഒരിക്കലും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, നമുക്ക് ഒരിക്കലും സുരക്ഷിതമല്ലാത്ത അവസ്ഥകൾ, നമുക്ക് ഒരിക്കലും ഒരു സംരക്ഷണവും തരാത്ത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് പരിപാലകനുമാകുന്നുവെന്ന്. എന്താണ് ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്? എന്താണ് അവൻ നമുക്ക് വേണ്ടി ചെയ്തത്? നാം നാഥനില്ലാത്തവരായ സിറ്റുവേഷനിൽ, സാഹചര്യത്തിൽ നമ്മുടെ ഉടമസ്ഥനായി വന്ന് നമ്മെ ടേക്ക് കെയർ ചെയ്ത സാഹചര്യങ്ങൾ. ഞാനിങ്ങനെ വായിച്ചു,
ദൈവത്തിന് ഈ ആരും ഇല്ലാത്തവർ എപ്പോഴും വിലപ്പെട്ടവരാണ്. ദൈവത്തിന് ആരും ഇല്ലാത്തവർ എപ്പോഴും വിലപ്പെട്ടവരും വിലമതിക്കുന്നവരുമായിട്ടാണ് ദൈവം അവരെ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിലേക്കെല്ലാം ചിന്തിച്ചു നോക്കിയാൽ എത്രയോ സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് അൺഫെയർ ആണ്. എത്രയോ സാഹചര്യങ്ങൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് നാം തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ മാറ്റമില്ലാത്ത ദൈവവചനം നമുക്കിന്ന് പറഞ്ഞു തരികയാണ്, വിശുദ്ധ നിവാസത്തിൽ നമുക്ക് അനാഥന്മാർക്ക് പിതാവായി നിൽക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ കാക്കുന്ന, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ഉടമസ്ഥനുണ്ട്. മൂന്നാമത്തെ കാര്യം 68-ാം സങ്കീർത്തനം തന്നെ അതിൻ്റെ 17, 19, 20 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ കർത്താവായ യഹോവ, ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു എന്ന് വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്താണ് കർത്താവ് എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്? അവൻ നാൾതോറും എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്. നാം അറിഞ്ഞോ നാം അറിയാതെയോ നമ്മുടെ ജീവിതയാത്രയിൽ പല സമയത്തും പല തരത്തിലുള്ള ഭാരം കൂടിയതും ഭാരം കുറഞ്ഞതും ഖനമുള്ളതും ചുമക്കാൻ പറ്റാത്തതുമായ ചുമടുകൾ നമ്മുടെ ചുമലിലേക്ക് വന്നു വീഴുമ്പോൾ ദൈവവചനം പറയുന്നു, അവൻ നാൾതോറും ഭാരം ചുമക്കുന്നവനാണ്. ഒരു മാസം കഴിയട്ടെ എന്ന് വയ്ക്കുന്നവനല്ല. ഇന്ന് ഞാൻ ചുമക്കുന്ന, ഇന്ന് എൻ്റെ മുമ്പിൽ വന്നു വീഴുന്ന ഭാരം എന്നോട് ചേർന്ന് നടന്ന് ചുമക്കുന്ന ദൈവം, ഓരോ നിമിഷവും എൻ്റെ കൂടെ നടന്ന് ഓരോ നിമിഷവും എൻ്റെ മേൽ വന്ന് വീഴുന്ന ഭാരങ്ങളെ, ചുമടുകളെ ചുമക്കുന്ന ജീവനുള്ള ദൈവം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമെന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ചുമലിൽ ചുമടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയും, അവൻ എൻ്റെ ചുമട് അവൻ ചുമന്നു, എൻ്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു എന്ന്. പലപ്പോഴും പല കുട്ടകളിലും താങ്ങി പിടിച്ചുകൊണ്ട് നാം തളരുന്ന സമയങ്ങളുണ്ട്. ആകുലങ്ങൾ പേറി വലയുന്ന സമയമുണ്ട്. ഭാരം ചുമന്ന് തളരുന്ന സമയമുണ്ട്. ആകുലം പേറി വലയുന്ന സമയമുണ്ട്. വലിയ പ്രതികൂല കാറ്റുകൾ അടിക്കുമ്പോൾ ആടി ഉലയുന്ന അനുഭവങ്ങളുണ്ട്. എന്നെ ഞാൻ ആകുന്നത് പോലെ അറിയാൻ ആരുമില്ലെന്ന് പതറിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ എന്നെ നന്നായി അറിയുന്ന, എൻ്റെ ഭാരമെല്ലാം വഹിക്കുന്ന, എൻ്റെ ചുമലിലോട് ചേർത്ത് ചുമല് വെച്ചുകൊണ്ട് എൻ്റെ സകല ചുമടുകളും ഏറ്റെടുക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഉള്ള അറിവ്. ഞാൻ ഇന്ന് പറയും, ഈ ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഞാൻ ഓർക്കുന്നു, ഞാൻ ഇതുവരെ വന്നപ്പോൾ ഒട്ടേറെ ഭാരത്തിൻ്റെ ചുമടുകൾ, ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം ഭാരത്തിൻ്റെ ചുമടുകൾ ചുമന്ന സാഹചര്യങ്ങൾ, വേദനയുടെ ചുമടുകൾ, ആകുലത്തിൻ്റെ ചുമടുകൾ, കണ്ണുനീർ കുതിർന്ന ചുമടുകൾ. പലപ്പോഴും ഞാൻ ഓർക്കും, ഉണങ്ങിയിരുന്ന ഒരു പുസ്തകത്തിലേക്ക് ഒരു പാത്രം വെള്ളം വീണാൽ ആ പുസ്തകത്തിൻ്റെ താളുകളെല്ലാം കുതിർന്നു കഴിയുമ്പോൾ അതിന് കനം കൂടുന്നത് പോലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും ഭാരങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങിയപ്പോൾ പലതും എനിക്ക് പെറുക്കിയെടുക്കാൻ പോലും താങ്ങിക്കൊണ്ടു നടക്കുവാൻ പോലും ത്രാണിയില്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഞാൻ സന്തോഷത്തോടെ പറയും, നാൾതോറും ഭാരങ്ങൾ ചുമക്കുന്ന നമ്മുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുവാൻ ഇന്നെനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു ചുമടും എൻ്റെ കയ്യിലിട്ട് ഞാൻ അമ്മാനാടുവാൻ ഇടവരുത്താതെ വണ്ണം എൻ്റെ കയ്യിലേക്ക് വന്ന ചുമടുകളെല്ലാം അപ്പോഴപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നെ സമാധാനത്തോടെ നടത്തിയ, എന്നെ കർത്താവ് ശാന്തതയോടെ നടത്തിയ, ഉള്ളിൽ സമാധാനം തന്ന് നടത്തിയ യേശുവിനെ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഈ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. അവന് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ അവൻ്റെ പക്കലുണ്ട്. ഞാൻ പറയും, ദൈവം ഉയർത്തി കൊണ്ടുവന്നവനാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ കരം ഉയർത്തി കൊണ്ടുവരുന്ന കരമാണെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഉയർത്തി കൊണ്ടുവരുന്ന കരം, താണ അവസ്ഥയിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരുന്ന കരം, ആരുടെയും മുമ്പിൽ നിന്നാപാത്രമാകാതെ വണ്ണം ഉയർത്തുന്ന കരം, മാനിക്കുന്ന കരം, സ്നേഹിക്കുന്ന കരം, തന്നെ സേവിക്കുന്നവരെ മറക്കാത്ത കരം, ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ.
55-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയും, എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. എന്താണ് അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്? എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരുന്നു, പക്ഷേ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ഞാനും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് എന്ന് പറയും, കയർത്ത് നിന്നവർ അറിയാതെ അനേകരായിരുന്നു. ഞാൻ അറിഞ്ഞും അറിയാതെയും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം, എനിക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം കയർത്ത് നിൽക്കുന്നവർ, പരിഹസിക്കുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ, എതിർക്കുന്നവർ അനേകരായിരിക്കെ ഒരു കാര്യം എനിക്ക് അനുഭവമുണ്ട്. ആരും അടുക്കാതെ വണ്ണം എൻ്റെ പ്രാണനെ നാൾതോറും വീണ്ടെടുത്ത് സമാധാന ദേശത്ത് നിർത്തുന്ന, ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഞാൻ ഇന്ന് നിങ്ങളോട് പറയും, എവിടെ ഇരുന്നെല്ലാം ആരെല്ലാം എന്തെല്ലാം പറയുമ്പോഴും ഞാൻ ഒരു കാര്യം അനുഭവിക്കാറുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഞാൻ ഓർക്കും, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ആരെല്ലാം കയർത്തു വന്നാലും എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്ന ജീവനുള്ള ദൈവം ഈ പകല് ഈ നല്ലവനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഈ നല്ലവനായ ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആശ്രയിക്കാൻ കൊള്ളാകുന്ന ദൈവം, ചാരിയാൽ മറയാത്ത മറവിടം, ഒരിക്കലും കൈവിടാത്ത ദൈവം, നാൾതോറും കരം പിടിച്ച് കാക്കുന്ന ദൈവം. ഞാൻ എവിടെ അൺഫെയർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുന്നു, അവിടെ എനിക്ക് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ തരുവാൻ, ഏറ്റവും നല്ലൊരു ഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് എൻ്റെ സാഹചര്യങ്ങൾ മാറ്റുവാൻ ഈ നല്ലവനായ ദൈവം ഇന്ന് എന്നെ കരം പിടിച്ച് കാക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതം നല്ലവനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.